ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ വീണ്ടും പരിക്കിന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും നെയ്മർ ജൂനിയർ പുറത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. നെയ്മറുടെ കോൺട്രാക്റ്റ് അധികം വൈകാതെ തന്നെ അവസാനിക്കുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ബ്രൂണോ ലിമ പുറത്തുവിട്ടിട്ടുണ്ട്. സാന്റോസുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനാണ് ബ്രൂണോ ലിമ. അദ്ദേഹം പറയുന്നത് എന്തെന്ന് വെച്ചാൽ, സാന്റോസ് ഒരു പ്രൊജക്റ്റ് നെയ്മർ അവതരിപ്പിക്കുകയാണ്. നെയ്മറുടെ കോൺട്രാക്റ്റ് പുതുക്കിക്കൊണ്ട് നെയ്മറിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ടീമിനെ പടുത്തുയർത്തുക എന്നതാണ് പ്രൊജക്റ്റ് നെയ്മർ. ബ്രൂണോ ലിമയുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. പ്രൊജക്റ്റ് നെയ്മർ സാന്റോസ് അവതരിപ്പിക്കുകയാണ്. അതായത് നെയ്മറെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സാന്റോസ് ഇനി പ്രധാനമായും പ്രവർത്തിക്കുക. അതാണ് പ്രൊജക്റ്റ് നെയ്മർ. ഈ പ്രൊജക്റ്റ് നിർമ്മിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യമാണ് പുതിയ ഒരു പരിശീലകനിൽ ഉണ്ടാവുക. നെയ്മർ എല്ലാ നിലക്കും സജ്ജനായിരിക്കണം. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി കളിക്കുക. ഈ രണ്ട് കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം ഈ പുതിയ പരിശീലകനായിരിക്കും. ഇതിനു പുറമെ ബ്രസീലിലെയും സൗത്ത് അമേരിക്കയിലെയും ട്രോഫികൾക്ക് വേണ്ടി പോരാടാൻ കപ്പാസിറ്റിയുള്ള ഒരു ടീമായിക്കൊണ്ട് സാന്റോസിനെ മാറ്റിയെടുക്കുക എന്നുള്ളതും ഇതിന്റെ ലക്ഷ്യമാണ്. കൂടാതെ പരിശീലകൻ ടീമിന്റെ ബഹുമാനം സ്വയം നേടിയെടുക്കേണ്ടതുണ്ട്. എന്നാൽ സ്വന്തം അസ്തിത്വം ഉപേക്ഷിക്കാനും പാടില്ല. ഇത്തരത്തിലുള്ള ഒരു പരിശീലകനെയാണ് ക്ലബിന് വേണ്ടത്. അതായത് പ്രൊജക്റ്റ് നെയ്മർ പടുത്തുയർത്തുക എന്ന ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തം അത് പുതിയ പരിശീലകനായിരിക്കും. ക്ലബിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് പരിശീലകനായ പെഡ്രോയെ അവർ പുറത്താക്കിയിരുന്നു. നിലവിൽ താൽക്കാലിക പരിശീലകന് കീഴിലാണ് സാന്റോസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മികച്ച പരിശീലകനെ നിയമിക്കാനുള്ള ഒരുക്കത്തിലാണ് സാന്റോസ് ഉള്ളത്. അദ്ദേഹത്തിനായിരിക്കും പ്രൊജക്റ്റ് നെയ്മറിന്റെ ഒരു ഉത്തരവാദിത്തം വരിക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.